റാപ്സഡി ഓഫ് റിയാലിറ്റീസ് മാർച്ച് 22, 2025. നമ്മിൽ വസിക്കുന്ന ഏറിയ തേജസ്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 2-ാം വാക്യം. രൂപാന്തരീകരണ മലയിൽ യേശു പ്രാർത്ഥിച്ചപ്പോൾ യേശുവിൻ്റെ മുഖവും വസ്ത്രവും തേജസ് കൊണ്ട് ശോഭിച്ചു എന്ന് ബൈബിൾ പറയുന്നു. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 2-ാം വാക്യം, മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 3-ാം വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 29-ാം വാക്യം. അവർ സാക്ഷ്യം വഹിച്ച ആ തേജസ് അഥവാ മഹത്വം ഒരിക്കൽ മാത്രം സംഭവിച്ച ഒന്നായിരുന്നില്ല. അത് യേശുവിൽ നിത്യേന ഉള്ളത് തന്നെ ആയിരുന്നു. എന്നാൽ ആ സന്ദർഭത്തിൽ അതിന് സാക്ഷ്യം വഹിപ്പാൻ തക്കവണ്ണം ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ മഹത്വം നമ്മിൽ വസിക്കുന്നു. എന്നാൽ അത് എല്ലായ്പ്പോഴും മാനുഷിക കണ്ണുകൾക്ക് ദൃശ്യമല്ല. എല്ലായ്പ്പോഴും നാം അത് ബാഹ്യമായി കാണുന്നില്ല. എങ്കിലും ദൈവത്തിൻ്റെ മഹത്വവും തേജസ്സും നമ്മുടെ ഉള്ളിലുണ്ട്. ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവർ അത് മനസ്സിലാക്കിയേക്കാം. ഉദാഹരണമായി, സ്തെഫാനോസിൻ്റെ ഹ്രസ്വമായിട്ടുള്ള ശുശ്രൂഷയിൽ ഒരിക്കൽ മാത്രം ഇത് സംഭവിച്ചതായി നാം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ സ്തെഫാനോസിനെ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ ഒരു മനുഷ്യനായി വിശേഷിപ്പിച്ചിരിക്കുന്നു. ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. മോശയ്ക്കും ദൈവത്തിനുമെതിരെ ദൈവദൂഷണം പറഞ്ഞു എന്നാരോപിച്ചതിന് ശേഷം അവനെ സെൻഹെദ്രിൻ യഹൂദ കൗൺസിലിന് മുൻപാകെ കൊണ്ടുവന്നു. സ്വയം വാദിക്കുവാനായി അവൻ ന്യായാധിപ സഭയുടെ മുൻപാകെ നിന്നപ്പോൾ വചനം പറയുന്നു, ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കിയപ്പോൾ അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 15-ാം വാക്യം. സ്തെഫാനോസിന്റെ മുഖത്ത് അവർ ദൈവ തേജസ് കണ്ടു. ഈ മഹത്വം ഇന്ന് നിങ്ങളുടെ മേലല്ല, നിങ്ങളുടെ ഉള്ളിലാണ് വസിക്കുന്നത്. അതിനെ ഏറ്റവും ഉന്നത തലത്തിലുള്ള മഹത്വം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഏറിയ തേജസ്. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നു എങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അതെ, തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ് ഇല്ലാത്തതായി. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഓരോ തവണയും നിങ്ങൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിൽ ഈ തേജസ് പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നു. ചിലർ ചെയ്യുന്നത് പോലെ ഹ്രസ്വവും യാദൃശ്ചികവുമായി അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ ആത്മാവിൽ നിന്നും ആഴത്തിലും ആവേശത്തോടെയും അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് തീവ്രമാണ്. അവിടെ നിങ്ങൾ പൂർണ്ണമായും പ്രാർത്ഥനയ്ക്ക് സമർപ്പിക്കുന്നു. അത്തരം നിമിഷങ്ങളിൽ നിങ്ങളുടെ ആത്മാവിൽ നിന്ന് നിങ്ങളുടെ ഭൗതിക ശരീരത്തിലൂടെ പൊടുന്നനെ ഉയർന്നു വരുന്ന ദിവ്യശക്തിയുടെ പ്രവാഹങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ഇത് പരിശീലിച്ചേ മതിയാകൂ. ഭയഭക്തിയോടും സമർപ്പണത്തോടും കൂടെ ഹൃദയപൂർവ്വം അന്യഭാഷകളിൽ നിരന്തരം പ്രാർത്ഥിക്കാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ദിവ്യമായ തേജസ്സും ശക്തിയും അനുഭവപ്പെടും. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിനായുള്ള ദൈവത്തിൻ്റെ പദ്ധതി. അതിനാൽ ഇത് ഗൗരവമായി കാണുക. പ്രാർത്ഥിക്കാം, പ്രഖ്യാപിക്കാം. പ്രിയ പിതാവേ, പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിനും അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാനുള്ള ശക്തിയും എനിക്ക് അങ്ങ് നൽകിയതിനായി ഞാൻ നന്ദി പറയുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഹൃദയവും ആത്മാവും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ മഹത്വം എന്നിലൂടെ ഉയർന്നു വരുവാനും പ്രസരിക്കാനും അനുവദിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ
അവിടുത്തെ ശക്തിയുടെ പൂർണ്ണത ഞാൻ അനുഭവിക്കുന്നു. ആത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ട ഉന്മേഷഭരിതനായ ഊർജ്ജസ്വലനായ ഞാൻ ആരോഗ്യത്തോടെ നടക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. തുടർ പഠനത്തിന് യൂദായ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം, റോമർ 8-ാം അധ്യായം 26-ാം വാക്യം, അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം 4-ാം വാക്യം.